ന്യൂസ് മലയാളം പുറത്തുവിട്ട ഈ സംഗതി വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുന്നത്, എങ്ങനെയാണ് ആളുകളെ വഞ്ചിക്കുന്നത്, ശ്രീ അൻവറിൻ്റെ വാചോടാപങ്ങളിൽ എങ്ങനെയാണ് പലപ്പോഴും പലരും വീണുപോയത്, അത് വ്യക്തമാക്കുന്നതാണ് ഈ സംഗതി. ചേലക്കരയിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എല്ലായിടത്തും വാഗ്ദാനങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് ഞാൻ വീട് നിർമ്മിച്ച് നൽകാം, പള്ളി കമ്മിറ്റിയുടെ ഒപ്പുണ്ടെങ്കിൽ ഞാൻ വീടുകൾ വെച്ച് തരാം. ഇങ്ങനെ പല പല പാവങ്ങളെ പറ്റിച്ച് അവരെല്ലാം എന്താ പറയുക, പ്രലോഭിപ്പിച്ച്, പക്ഷെ അവസാനം കാലുമാറി പോവുകയാണ് ചെയ്തത്. ഇത് ജനങ്ങളോടുള്ളൊരു വലിയ വഞ്ചനയാണ്. ഇത്തരത്തിൽ പറ്റിപ്പ് നടത്തുന്ന ഒരാളെ കേരളത്തിലെ മാധ്യമങ്ങൾ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ന്യൂസ് മലയാളം അത് തുറന്നു കാണിക്കാൻ ശ്രമിച്ച വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് പലപ്പോഴും ജനങ്ങൾ അറിയാറില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കാമോ എന്ന പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീടുകൾ വാഗ്ദാനം ചെയ്ത് കുറേയേറെ ആളുകളെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പിന്നെ അവിടെ നിന്ന് മൂടും തട്ടി പോവുകയാണ്. യാതൊരു ബാധ്യതയില്ല. ഇതാണോ സംശുദ്ധ രാഷ്ട്രീയം? ഇതാണോ ശ്രീ അൻവർ വാഗ്ദാനം ചെയ്ത സംശുദ്ധ രാഷ്ട്രീയം എന്ന് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ചോദിക്കുന്നുണ്ട്.